ഹലോ നമസ്കാരം, എല്ലാവർക്കും ചില്ലുജാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് പ്ലാന്റുകൾ അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ഞാനൊരു സെറ്റിങ്ങിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഇതിൽ ചില പ്ലാന്റ്സൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും ഒന്നും കൂടെ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇത് ഞാൻ ശ്രീപത്മയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. ഞാൻ ഒട്ടുമിക്ക സ്ഥലത്തേക്കും ശ്രീപത്മയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ട് ചെയ്യാറുള്ളത്. ഇത് എച്ചിനോഡോറസ് അർജന്റീനസിസ് എന്നുള്ളൊരു പ്ലാന്റാണ്. ഇത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇത് ഒരു മീഡിയം ലൈറ്റിങ് തന്നെ മതി. ഇത് ലഡ്വിഗ റെപ്പൻസ്, ഇത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇതും മീഡിയം ലൈറ്റിങ്ങിലും ഒരു ബ്രൈറ്റ് ലൈറ്റിലും ഒക്കെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്ലാന്റാണ്. പിന്നെ ഇത് ക്രിപ്റ്റാക്കോറിൻ പൊട്ടൻഡോഫോളിയ, ഇതും ഒരു മീഡിയം ലൈറ്റിംഗ് മതി. ഇത് മിഡ് ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാം, ഒരു മീഡിയം ലൈറ്റിംഗ് തന്നെ. ഇത് എച്ചിനോഡോറസിൻ്റെ തന്നെ ഒരു ഗ്രിസ്ബാലി എന്നുള്ളൊരു പ്ലാന്റാണ്. ആമസോൺ സോഡ് പോലെയുള്ളൊരു ഐറ്റമാണ്. അതും മീഡിയം ലൈറ്റിംഗ് തന്നെ മതി. ഇത് തൃപ്പാദിയ ഹോണ്ട, ഇതും മീഡിയം ലൈറ്റിങ്ങിലും ബ്രൈറ്റ് ലൈറ്റിലും രണ്ടും വ്യത്യസ്തരമായിട്ടാണ് വളരുന്നത്. അത് ഞാൻ പിന്നീട് പറയാം. അടുത്ത പ്ലാന്റ് സജിറ്റാരിയ. ഞാൻ ഇതിനെക്കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ഒരു കാര്യം. അപ്പം അത് ചെക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നതാണ്. ഇത് കോറിംബോസ കോമ്പാക്റ്റ എന്നുള്ളതാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. ഇതും ഫോർഗ്രൗണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, മീഡിയം ലൈറ്റിംഗ് തന്നെ മതി. പിന്നെ ഇത് ബക്കോപ്പ കരോളിനിയാന, ഇതും നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടാവും. ഇതും ഒരു മീഡിയം ലൈറ്റിംഗ് തന്നെ മതി. ഇത് സജിറ്റാരിയ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്കിത് ഓരോന്നും പുറത്തെടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ആദ്യമായി എച്ചിനോഡോറസ് അർജന്റീനസിസ് എന്നുള്ള പ്ലാന്റാണ്. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന പ്ലാന്റാണ്, മീഡിയം ലൈറ്റിംഗ് കണ്ടീഷൻ മതി. പിന്നെ ഇതിൽ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം തന്നെ നമുക്ക് പുഴമണ്ണലിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ മീഡിയവും സ്മാളും അവൈലബിൾ ആണ്. ഇതിപ്പോൾ മീഡിയം ആണ്, അത്യാവശ്യം വളരെ വലുപ്പം വരുന്ന പ്ലാന്റ് ആണ്. പിന്നെ ഈ പ്ലാന്റുകളെല്ലാം തന്നെ CO2-ൻ്റെയും ആവശ്യം വരുന്നില്ല. ലോ CO2-ൽ ഈസി ആയിട്ട് വളരുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ക്രിപ്റ്റാക്കോറിൻ പൊട്ടൻഡോഫോളിയ. ഇത് ഞാൻ മുൻപ് കാണിച്ചിട്ടുള്ളതാണ്. ഇത് മീഡിയം ലൈറ്റിംഗ് മതി, മിഡ് ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാം. വളരെ നല്ലൊരു പ്ലാന്റാണ്. ഇത് നമുക്ക് CO2-ൻ്റെ ആവശ്യമൊന്നുമില്ല, പറഞ്ഞ പോലെ പുഴമണ്ണലിൽ വളരും. പിന്നെ ഇത് ബിഗിനേഴ്സിനൊക്കെ പറ്റിയ പ്ലാന്റാണ്. ഇത് ബക്കോപ്പ കരോളിനിയാന, ഇതും മീഡിയം ലൈറ്റിംഗ് കണ്ടീഷൻ തന്നെ മതി. ഇതും ഈസി ആയിട്ട് വളരുന്ന പ്ലാന്റാണ്. ഇത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ പ്ലാന്റും ഇതിലെല്ലാ പ്ലാന്റുകളും CO2 ഇഞ്ചക്ഷൻ കൂടുതലായിട്ട് വേണ്ട, നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത പ്ലാന്റുകളാണ്. ഇത് സജിറ്റാരിയ സബുലേറ്റ, മീഡിയം ലൈറ്റിംഗ് കണ്ടീഷൻ മതി, ഫോർഗ്രൗണ്ടിൽ യൂസ് ചെയ്യാം. ഇതിനെപ്പറ്റി ഒരു ഫുൾ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഇതിന് മുമ്പത്തെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഫോർഗ്രൗണ്ടിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന പ്ലാന്റാണ്. ഇത് ലഡ്വിഗ റെപ്പൻസ്, ഒരു റെഡ് കളറാണ് ഇതിന് വരുന്നത്. അപ്പം ഇത് ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന പ്ലാന്റാണ്. ഇതൊരു മീഡിയം ലൈറ്റിംഗ് കണ്ടീഷൻ മുതൽ നല്ല ബ്രൈറ്റ് ലൈറ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ലൈറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറിൽ ചെറിയ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇത് എച്ചിനോഡോറസ് ഗ്രിസ്ബാജി എന്നുള്ളൊരു പ്ലാന്റാണ്. ഇത് ഫോർഗ്രൗണ്ടിൽ യൂസ് ചെയ്യാം. ഇതും മീഡിയം ലൈറ്റ് കണ്ടീഷൻ തന്നെ മതി, നല്ലപോലെ തന്നെ വളരുന്ന പ്ലാന്റാണ്. ഇത് മിഡ് ഗ്രൗണ്ടിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന പ്ലാന്റാണ്. ഓക്കെ, ഇനി അടുത്തത് ഇത് ഹൈഗ്രോഫില്ല കോറിംബോസ കോമ്പാക്റ്റ പോട്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കുന്നത്. ഇത് മീഡിയം ലൈറ്റിംഗ് കണ്ടീഷൻ തന്നെ മതി, ഫോർഗ്രൗണ്ടിൽ യൂസ് ചെയ്യാം. അതുപോലെ മിഡ് ഗ്രൗണ്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റുകളെല്ലാം തന്നെ ലോ CO2 മതി, അതായത് വെള്ളത്തിലുള്ള ഒരു CO2 ലെവൽ തന്നെ ധാരാളം മതി. അതുപോലെ മീഡിയം ലൈറ്റിംഗ് കണ്ടീഷനും മതി. ഇനി അടുത്ത പ്ലാന്റാണ് ഹൈഡ്രോകോട്ടയിൽ തൃപ്പാദിയ ഹോണ്ട. ഈ പ്ലാന്റിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു മീഡിയം ലൈറ്റ് കണ്ടീഷനിൽ ഇത് മുകളിലോട്ടാണ് വളരുക. പക്ഷേ ഇതൊരു വെരി ബ്രൈറ്റ് ലൈറ്റ് കണ്ടീഷനിൽ ഇത് നമുക്ക് ഒരു കാർപ്പറ്റ് പോലെ യൂസ് ചെയ്യാം, കാർപ്പറ്റ് പോലെ വളരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് മിഡ് ഗ്രൗണ്ടിലും ഫോർഗ്രൗണ്ടിലും യൂസ് ചെയ്യാം.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ പ്ലാൻസ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്തത്. അപ്പം ഇത് ഒരു സെറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്, അത് ഉടനെ തന്നെ ഇടുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.